ഇന്ത്യയിൽ മോഡി റെജീമിന് കീഴിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അല്ലെന്ന് ഡിബേറ്റിന് പ്രസക്തിയേ ഇല്ല. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ എത്ര വാർത്തകളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സുരക്ഷിതരല്ലാന്ന് നമ്മളല്ല പറയുന്നത്, ഗ്ലോബൽ ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. US തന്നെ മതസ്വാതന്ത്ര്യ വകുപ്പ് പുറത്തിറക്കുന്ന എല്ലാ വർഷമുള്ള റിപ്പോർട്ടിൽ ഇന്ത്യ കൺട്രി ഓഫ് സീരിയസ് കൺസേൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യൻസും സിഖുകാരും എല്ലാം ഉൾപ്പെടെ അവർ കൺസേൺ പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഈ മോദിയുടെ കീഴിൽ മാത്രമല്ല, അതിന് മുമ്പേ ഉള്ള കാര്യമാണ്. അപ്പോൾ മോദിയുടെ കീഴിൽ അത് കുറേ കൂടി രൂക്ഷമായി എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. അതിന് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതർ എന്നൊരു ഡിബേറ്റിന് പ്രസക്തിയില്ല. പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അങ്ങനെ പോയി കാണുന്നത് എന്തോ തെറ്റ് കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം കാണുന്നത് പ്രധാനമന്ത്രി എന്താണ് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്. മോദിയെ പോയി കാന്തപുരം കണ്ടു എന്നുള്ളൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് കഴിഞ്ഞിറങ്ങി വന്നിട്ട് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പിന്നിൽ നിന്നുള്ള കുത്താണ്. പിന്നിൽ നിന്നുള്ള കുത്തെന്ന് പറയാൻ കാരണം ഈ പ്രസ്താവന എന്ത് ചെയ്യുന്നു? ഈ പ്രസ്താവന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന സംഘപരിവാറിൻ്റെയും ഭരണകൂടത്തിൻ്റെയും വാദം. അപ്പോൾ ഗ്ലോബൽ ഏജൻസികൾ എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ ഏജൻസികൾ ഇതിൽ സീരിയസ് കൺസേൺ പറയുമ്പോൾ അങ്ങനെയല്ല. ഇവിടുത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് സർക്കാർ കൊടുത്ത പദവിയൊന്നുമല്ല, അദ്ദേഹം സ്വയം എടുത്ത് കാണിച്ചതാണ്. ഈ ഗ്രാൻഡ് മുഫ്തി എന്ന വാക്ക് വരുന്നത് പലപ്പോഴും മുസ്ലിം ഡോമിനൻറ്റ് കൺട്രീസിലാണ്. അവിടുത്തെ മതപരമായ കാര്യങ്ങൾ അവസാന തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി. ഇന്ത്യക്ക് അങ്ങനെ ഒരു ഗ്രാൻഡ് മുഫ്തി ഇല്ല. സർക്കാർ അങ്ങനെ ഒരു പദവി ആർക്കും കൊടുക്കുന്നില്ല. മാത്രമല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും അറിയുപോലുമില്ല. അദ്ദേഹം ഇവിടുന്ന് കേരളത്തിലാണ്. കേരളത്തിൽ അദ്ദേഹത്തിന് ഗണ്യമായ അനുയായി വൃന്ദമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ മുഫ്തി അല്ല, അദ്ദേഹം സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സംഘപരിവാറും ഭരണകൂടം എന്തായിരിക്കും ചെയ്യുക? ഈ ഗ്ലോബൽ ഏജൻസികളുടെ ഈ ആരോപണത്തിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടെസ്റ്റ് മണിയായിട്ട് ഇത് ഉയർത്തിക്കാട്ടും എന്നുള്ളതാണ്. അത് ഉയർത്തിക്കാട്ടുമ്പോൾ എന്താണ് പ്രശ്നം? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒരു ടെസ്റ്റ് മണിയായി അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ബൈറ്റ് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പിന്നിൽ നിൽക്കുന്നതിന് തുല്യമാണ്. ഈ സമസ്തയുടെ പിന്നിലേക്ക് ചരിത്രം പരിശോധിച്ചാൽ ഈ ഇസ്ലാം മതത്തിൽ പുരോഹിതന്മാരില്ല, പണ്ഡിതന്മാരേ ഉള്ളൂ. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ സംഘടനയാണ് എന്ത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്നാണ്. അവരുടെ സംഘടനയാണ് ഈ സമസ്ത. ഈ സമസ്തയുടെ തുടക്കകാലം മുതൽ തന്നെ, അത് പിളരുന്നതിന് മുമ്പ് തന്നെ അത് ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു. സമസ്തയുടെ ആളുകളാരും കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് പ്രമേയം പാസ്സാക്കിയ ഒരു സംഘടനയാണത്. കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരം നടത്തരുത്, സർക്കാരിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ സംഘടനയാണത്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടഞ്ഞ പ്രമേയം നടത്തിയിട്ടുള്ള സംഘടനയാണത്. അതായത് റിഗ്രസീവ് എന്ന് പറയാവുന്ന ഒരുപാട് രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊണ്ട ഒരു സംഘടനയുടെ ഒരു പകുതിയുടെ നേതാവാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അവരുടെ പൂർവ്വഗാമികൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാന പഴയ നേതാവ്, അദ്ദേഹത്തിന് ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. എന്തിനായിരിക്കും? കോൺഗ്രസിനെ എതിർക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ എതിർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ കാണുന്നത് മുഴുവൻ. അതിൽ നിന്ന് പിളർന്നു പോയ മറ്റൊരു സംഘടന നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതം കൂടേണ്ട കാര്യമില്ല. അതായത് ഞാൻ രണ്ട് സംസ്ഥകൾ ഏതെങ്കിലും ഒരെണ്ണം നല്ലത് പറഞ്ഞ് ചെയ്ത എന്നുള്ളതല്ല പറഞ്ഞത്. ആ സംഘടനയുടെ DNA തന്നെ അങ്ങനെയാണ്. ഭരണകൂടത്തോടൊപ്പം നിൽക്കുക, ഭരണകൂടത്തെ പ്രകൃതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈൻ. മറ്റൊന്ന്, ഈ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്രമിയായ ഭരണാധികാരിയെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ത് പറയാണ്? നിങ്ങൾ ചെയ്യുന്ന നല്ല ഉഷാറായിട്ടുണ്ട്, നമ്മളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷം അല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ ഉഷാറാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹം പ്രതിനിധിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ലാർജർ കോസിനെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുക്കലിന് തുല്യമാണ് എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വിമർശന വിധേയമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചില മുസ്ലിം സംഘടനകൾ RSS നേതൃത്വമായി ചർച്ച നടത്തിയല്ലോ, അവർക്കാവാം, എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ RSS നേതൃത്വമായി ചർച്ച നടത്തിയതിനെക്കുറിച്ച് അവർ തന്നെ പുറത്തുനിന്ന് മാധ്യമങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്തത്. RSS ഒരു മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം സംഘടനാ പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ഈ സംഘടനാ പ്രതിനിധികളെല്ലാം RSSനോട് പറഞ്ഞത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ്, ഇപ്പോൾ കൂടുതലാണത്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ ഔട്ട്റീച്ചിന് ലക്ഷ്യം അവരോട് പറഞ്ഞത്. അതല്ലാതെ അവർ പുറത്തിറങ്ങി വന്നിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരാണെന്ന് ബൈറ്റ് കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഞാൻ കാണുന്നത്, പൗരോഹിത്യമില്ല എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാരായി മാറുന്നു. പുരോഹിതന്മാർ അവരുടെ പൂർവ്വഗാമികളെ പോലെ തന്നെ ഭരണകൂടത്തോടൊപ്പം നിന്ന് ആ കമ്മ്യൂണിറ്റി വിട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.